മതം 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 മാത്രമാണ് എന്ന് ഒരു പൊതുസമൂഹത്തെ നോക്കി ആക്രോശിക്കുമ്പോൾ അത് ആരെയാണ് ആവേശം കൊള്ളിക്കുന്നത്? അത് മതരാഷ്ട്രത്തിന് വേണ്ടി, വംശീയ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് ആവേശം കൊള്ളിക്കുന്നത്. അവർക്ക് ഇന്ധനം പകർന്നു കൊടുക്കുന്നു. ഇപ്പൊ അദാനിയുടെ മാത്രം സമ്പത്ത് എന്ന് പറയുന്നത് 2014 57,000 കോടിയിൽ നിന്ന് 9.5 ലക്ഷം കോടിയായി ഒരു ദശാബ്ദക്കാലം കൊണ്ട് വർദ്ധിച്ചു എന്നതാണ്. ഞാൻ ഉണ്ടാക്കുന്ന കണക്കല്ല. 10 കൊല്ലം കൊണ്ട് അദാനിയുടെ സമ്പാദ്യത്തിൽ മാത്രം 9 ലക്ഷം കോടിയുടെ വർധനവുണ്ടായി എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പണമെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ആ പണമെല്ലാം നമ്മുടെ മാധ്യമരംഗത്തും കുറെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അദാനി നിയന്ത്രിക്കുമ്പോൾ ചാനലുണ്ട്. ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല. കാരണം ഇനി വല്ല വാർത്തയും വല്ലപ്പോഴും കൊടുക്കുന്നതിന് ഒരു പ്രയാസം ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അദാനി നിയന്ത്രിക്കുമ്പോൾ ചാനലുണ്ട്. നമ്മുടെ വൻകിടക്കാർക്കെല്ലാം റിലയൻസ് നിയന്ത്രിക്കുമ്പോൾ ചാനലുണ്ട്. ഇപ്പൊ ചാനലിൽ നമ്മുടെ ഈ പാവം പിടിച്ച സഹോദരന്മാര് മൈക്കുമായിട്ട് മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ എഴുതാൻ വരുമ്പോൾ നമുക്ക് അവരോട് എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല. അവരെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളാണ്. പക്ഷേ ഓരോ ചാനലിനെയും നിയന്ത്രിക്കുന്നത് വലിയ മൂലധന താല്പര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവന്റെ വ്യാജ നിർമ്മിതികളാണ് ഇങ്ങനെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള വിഭജനം ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാനും നിങ്ങളും ഓരോ ജാതിയിലോ മതത്തിലോ പറന്നു വീഴുന്നത് നമ്മുടെ ആരുടെയും ദോഷമോ മെച്ചമോ കൊണ്ടല്ല. അത് നമ്മുടെ മാതാപിതാക്കളുടെ ജാതി ഇങ്ങനെയാണ് എന്നതുകൊണ്ട്, സന്തോഷ് കുമാറിന്റെ ജാതി ഇങ്ങനെയാണ്, എൻ്റെ അച്ഛനും അമ്മയും അങ്ങ് സമൂഹം പ്രഖ്യാപിക്കുന്നു, നാടംഗീകരിക്കുന്നു. മതം അങ്ങനെയാണ്. പലപ്പോഴും വേണമെങ്കിൽ മതം ഒന്ന് മാറാനെങ്കിലും പറ്റും. പക്ഷെ ജാതി അതുപോലും സാധ്യതയില്ലാത്തൊരു സങ്കീർണമായ ഇന്ത്യൻ പ്രതിഭാസമാണ്. പക്ഷേ ഇതിൽ സ്വാഭാവികമായി ആഹ്ലാദിക്കുന്നവരുണ്ടാവാം. അവരുടെ സ്വകാര്യമായ ചടങ്ങുകൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്നവരുണ്ടാവാം. ജാതി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുറെ സംഭാവനകൾ അവർ ചെയ്യുന്നുമുണ്ട്. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ജാതിയും മതവുമാണ് എല്ലാത്തിനെയും മീതെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ആകെ വിഷം കലക്കാൻ പരിശ്രമിക്കുന്ന ഒട്ടേറെ ശക്തികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവര് RSSന്റെ വംശീയ രാഷ്ട്രീയത്തിന് ചൂട്ടുപിടിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മതം 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 തന്നെയാണ് പ്രശ്നം എന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ടല്ലോ. നിർഭാഗ്യവശാൽ അയാളുടെ ജന്മനാട് വയനാടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മതം 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 മാത്രമാണ് എന്ന് ഒരു പൊതുസമൂഹത്തെ നോക്കി ആക്രോശിക്കുമ്പോൾ അത് ആരെയാണ് ആവേശം കൊള്ളിക്കുന്നത്? അത് മതരാഷ്ട്രത്തിന് വേണ്ടി, വംശീയ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് ആവേശം കൊള്ളിക്കുന്നത്. അവർക്ക് ഇന്ധനം പകർന്നു കൊടുക്കുന്നു. വർഗീയതയുടെ പ്രത്യേകത എപ്പോഴും അങ്ങനെയാണ്. അവർ പരസ്പരം സഹായിക്കും. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവർ എതിർക്കുകയാണല്ലോ എന്ന്. അങ്ങനെ എതിർക്കുകയല്ല, ഇവർ പരസ്പരം സഹായിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതം മതം മാത്രമാണ് പ്രശ്നം എന്ന് ഇങ്ങനെ ആക്രോശിക്കുമ്പോൾ, ഇങ്ങനെ കലിതുള്ളുമ്പോൾ അത് മതത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, പരിശുദ്ധ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് മതം പറഞ്ഞാലാണ് തനിക്ക് വോട്ട് കിട്ടുക എന്ന ചിന്തയുള്ളത് കൊണ്ടാണ്. അങ്ങനെ മതം പറഞ്ഞ് വോട്ട് കിട്ടി MLA ആയി വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപ ആരും അറിയാതെ പിരിച്ചൊളിപ്പിച്ചു വെക്കാൻ സൗകര്യമുണ്ടാകും എന്നതുകൊണ്ടാണ്. ഈ അപകടകാരികളെ നമ്മൾ തിരിച്ചറിയണം. എല്ലാ ഭാഗത്തും ഈ അപകടകാരികളുണ്ട്. അവര് മതത്തെയും ജാതിയെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹം കൃത്യമായി മനസ്സിലാക്കുകയും വിഭജനങ്ങൾ ഏതുമില്ലാത്ത സഹിഷ്ണുതയുള്ള എല്ലാ മതങ്ങൾക്കും ജാതികൾക്കും എന്നാൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവണം. ആ സാഹചര്യം സൃഷ്ടിക്കുന്നതിന്, സമൂഹം മുന്നോട്ട് പോകുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളം വർഗീയതയുടെ വിളനിലമായി മാറാതിരിക്കാൻ, വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച പഴയ മാളുകളിലേക്ക് കേരളത്തെ കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. LDFന്റെ ഈ വികസന മുന്നേറ്റ ജാഥ വികസനത്തിന്റെ ചരിത്രം വർത്തമാനം, കരുതലിന്റെ ചരിത്രം വർത്തമാനം എല്ലാം പറയുമ്പോഴും അതോടൊപ്പം ഈ കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായിരിക്കുന്ന ഈ സാമൂഹ്യ സാഹചര്യം കൂടി നിങ്ങളോട് പറയുമുണ്ട്.